എല്ലാവർക്കും നമസ്കാരം. വീണ്ടും വായനാ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് എന്റെ 20ാമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. കമന്റ് ബോക്സിൽ വന്ന ഒരുപാട് അഭിപ്രായത്തെ മാനിച്ച് ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇംഗ്ലീഷ് നോവലുകളെ കുറിച്ചാണ്. ഇന്ത്യൻ എഴുത്തുകാർ എഴുതിയ ഇംഗ്ലീഷ് നോവലുകൾ. ഒരു ശരാശരി മലയാളി പലപ്പോഴും ഇംഗ്ലീഷ് നോവലുകളെ അത്ര ശ്രദ്ധിക്കാറില്ല. ഇംഗ്ലീഷ് ക്ലാസിക്കുകളൊക്കെ ശ്രദ്ധിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ത്യൻ എഴുത്തുകാരുടെ ഇംഗ്ലീഷ് നോവലുകൾ ശ്രദ്ധിക്കുന്ന ശരാശരി മലയാളി വളരെ കുറവാണ്. അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് എന്റെ ഈ വീഡിയോ. തീർച്ചയായും നിങ്ങൾക്ക് ഏറെയധികം ഉപയോഗപ്പെടും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഇതിൽ പല ഇംഗ്ലീഷ് നോവലുകളും ലോക പ്രശസ്തമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങൾ ഈ ഇന്ത്യക്കാരുടേതാണ് എന്ന് നിങ്ങൾ അറിയുമ്പോൾ ഞെട്ടും. ഇതിൽ പല ആൾക്കാരും മലയാളികളാണ്, ഒരുപാട് സ്ത്രീകളുമുണ്ട്. അത്തരം 25 ഇന്ത്യൻ എഴുത്തുകാരുടെ ഇംഗ്ലീഷ് നോവലുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിലെ പല നോവലുകളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ആ തർജ്ജമ ചെയ്ത നോവലുകളുടെ വിവരങ്ങൾ ഇംഗ്ലീഷിലുള്ള വേർഷനും മലയാളം വേർഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. തീർച്ചയായിട്ടും ആ ലിങ്ക് വഴി നിങ്ങൾക്ക് പുസ്തകം വാങ്ങിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. പുതിയ വായനാനുഭവം നൽകുന്ന ഇന്ത്യൻ എഴുത്തുകാരുടെ ഇംഗ്ലീഷ് നോവലുകൾ ഏറെ ആസ്വാദ്യകരമായി നിങ്ങൾക്ക് തോന്നും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്ന ഇംഗ്ലീഷ് നോവൽ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തിന്റെ അതികായൻ എന്ന് വിശേഷിപ്പിക്കുന്ന മുൽക്ക്രാജ് ആനന്ദിന്റെ നോവലാണ് കൂലി. ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ വേദനിപ്പിക്കുന്ന മുഖം സമ്മാനിക്കുന്ന പുസ്തകമാണിത്. പഞ്ചാബിലെ ഒരു ദരിദ്ര ഗ്രാമത്തിൽ നിന്ന് ഒരു പയ്യൻ നഗരത്തിലെത്തുന്നു. ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. ഒടുവിൽ ഒരു റിക്ഷാക്കാരനായി മാറുന്നു. അവസാനം ക്ഷയരോഗം ബാധിച്ച് മരിക്കുന്നു. ഇന്ത്യയിലെ പാവങ്ങളുടെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തുന്ന നോവലാണിത്. അവരെ സഹതാപൂർവ്വം വീക്ഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന നോവലാണിത്. തീർച്ചയായും വായിക്കാതെ പോകരുത് മുൽക്ക്രാജ് ആനന്ദിന്റെ കൂലി. നാഷണൽ ബുക്ക് സ്റ്റാൾ NPS ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വായിക്കുക മുൽക്ക്രാജ് ആനന്ദിന്റെ കൂലി. ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തിന്റെ മുത്തശ്ശി എന്ന് വിശേഷിപ്പിക്കുന്ന എഴുത്തുകാരിയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അനിത ദേശായി. അനിത ദേശായിയുടെ ക്ലിയർ ലൈറ്റ് ഓഫ് ദ ഡേ പത്മഭൂഷണും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിയ എഴുത്തുകാരി. ബുക്കർ പ്രൈസിന്റെ ഫൈനലിസ്റ്റിൽ 3 തവണ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലാണ് ക്ലിയർ ലൈറ്റ് ഓഫ് ദ ഡേ. വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ പുസ്തകം. പഴയ ഡൽഹിയുടെ പശ്ചാത്തലത്തിൽ താര എന്ന യുവതിയുടെ കുടുംബകഥ പറയുന്ന ചിത്രം. ഇന്ത്യൻ വ്യവസ്ഥിതിയിൽ കുടുംബ ബന്ധങ്ങൾക്കുള്ള സ്ഥാനവും അതുപോലെ സ്ത്രീകൾക്കുള്ള സ്ഥാനവും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ നോവലിൽ. അതുപോലെ പാർട്ടീഷന് ശേഷം, വിഭജനത്തിന് ശേഷം ഇന്ത്യൻ കുടുംബങ്ങളിൽ സംഭവിച്ച അനിശ്ചിതാവസ്ഥയെ വളരെ ദയനീയമായി, വളരെ വികാരഭരിതമായി അവതരിപ്പിക്കുന്ന നോവലാണ് അനിത ദേശായിയുടെ ക്ലിയർ ലൈറ്റ് ഓഫ് ദ ഡേ. ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ ഞാൻ വെറും ഒരു ഇന്ത്യക്കാരി മാത്രമാണ്. പക്ഷേ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ഞാനൊരു വിദേശിയാണെന്നാണ് അനിത ദേശായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ പോസിറ്റീവും നെഗറ്റീവും വളരെ സത്യസന്ധമായി തന്റെ കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കാൻ അനിത ദേശായിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വായിക്കപ്പെടേണ്ട നോവലാണ് അനിത ദേശായിയുടെ ദ ക്ലിയർ ലൈറ്റ് ഓഫ് ദ ഡേ. ഒരു നോവൽ സമ്മാന ജേതാവിനെയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. VS നൈപ്പാൾ. ഇന്ത്യയിലല്ല ജനിച്ചത്, പക്ഷേ ഇന്ത്യൻ വംശജനാണ്. അദ്ദേഹത്തിന് ബുക്കർ പ്രൈസ് നേടിയ 1971 ബുക്കർ പ്രൈസ് നേടിയ ഇൻ എ ഫ്രീ സ്റ്റേറ്റ്, ആ നോവലാണ് ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്ന നോവൽ. വളരെ പ്രധാനപ്പെട്ട മനോഹരമായ നോവലാണിത്. അമേരിക്കയിലെ കുടിയേറി പാർക്കുന്ന സന്തോഷ് എന്ന യുവാവിന്റെ കഥ. അവിടെ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന അവിടെ അദ്ദേഹത്തിന് നിലനിൽപ്പിന് വേണ്ടി അവിടെ ഒരു കറുത്ത വർഗ്ഗക്കാരിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. അങ്ങനെ ഉള്ള മനുഷ്യരുടെ, ഇന്ത്യൻ വിദേശികളുടെ കഥ പറയുന്ന നോവൽ. യഥാർത്ഥത്തിൽ ഇതൊരു 3 ഭാഗങ്ങളായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നോവൽ എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും 3 കഥകൾ ഒരു അവതാരകനിലൂടെ കൂട്ടിയിണക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന നോവൽ. VS നൈപ്പാൾ അടുത്ത കാലത്ത് 2018 അന്തരിച്ചത്. വളരെ മനോഹരമായി വായിക്കപ്പെടേണ്ട, നിർബന്ധമായും വായിക്കപ്പെടേണ്ട നോവലാണ് VS നൈപ്പാളിന്റെ ഇൻ എ ഫ്രീ സ്റ്റേറ്റ്. കുട്ടികളുടെ എഴുത്തുകാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു എഴുത്തുകാരനെയാണ് ഇനി ഞാൻ അവതരിപ്പിക്കുന്നത്. റസ്കിൻ ബോണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ദ റൂം ഓൺ ദ റൂഫ് വളരെ പ്രശസ്തമായ ഒരു രചനയാണിത്. റസ്റ്റി എന്ന ബാലന്റെ കഥ. റസ്റ്റി എന്ന ആംഗ്ലോ ഇന്ത്യൻ ബാലൻ. അവനെ വളർത്തുന്നത് ഒരു ഇംഗ്ലീഷുകാരനാണ്. പക്ഷെ അവൻ എപ്പോഴും ഇഷ്ടം ഇന്ത്യൻ സംസ്കാരമാണ്, ഇന്ത്യൻ കൂട്ടുകാരിയാണ്. ഇന്ത്യൻ കൂട്ടുകാരെ തേടിയുള്ള അവന്റെ ഒരു ഒളിച്ചോട്ടമാണ് ഈ കഥ. സൗഹൃദങ്ങളുടെയും സ്നേഹബന്ധങ്ങളും വളരെയധികം പൂവിട്ട് നിൽക്കുന്ന ഒരു നോവൽ. തീർച്ചയായും വായിക്കേണ്ട ഒരു പുസ്തകമാണ് റസ്കിൻ ബോണ്ടിന്റെ ദ റൂം ഓൺ ദ റൂഫ്. ഇംഗ്ലീഷ് ഇന്ത്യൻ എഴുത്തുകാരിൽ ഏറ്റവും അധികം സുപരിചിതനും ഏവർക്കും ഇഷ്ടമുള്ള ആളുമായ RK നാരായണന്റെ പുസ്തകം ദ ഗൈഡ്. വഴികാട്ടി എന്ന പേരിൽ DC ബുക്സ് പബ്ലിഷ് ചെയ്ത പുസ്തകം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പുസ്തകം. റെയിൽവേ രാജു എന്ന് അറിയപ്പെടുന്ന എല്ലാ കൊള്ളരുതായ്മയും ചെയ്യുന്ന യുവാവിന്റെ കഥ. അദ്ദേഹം ഒരു നർത്തകിയെ പരിചയപ്പെടുത്തുന്നു. റെയിൽവേ രാജുവിലൂടെ നർത്തകി പ്രശസ്തയാവുന്നു. റെയിൽവേ രാജു നർത്തകിയെ തന്റെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കിയെടുക്കുന്നു. പ്രശസ്തിയാവുന്ന നർത്തകി റെയിൽവേ രാജുവിനെ ഉപേക്ഷിക്കുന്നു. ഒടുവിൽ റെയിൽവേ രാജു അവസാനം ജയിലിലാവുന്നു. ജയിലിന് പുറത്തേക്ക് വരുന്ന റെയിൽവേ രാജു
ഒരു സന്യാസിയുടെ രൂപത്തിലേക്ക് മാറുകയും നാടിന് മുഴുവൻ വഴികാട്ടിയായി തീരുകയും ചെയ്യുന്ന കഥയാണ് ഇതിലൂടെ പറയുന്നത്. വളരെ സരസമായി, വളരെ ലളിതമായി വായിക്കപ്പെടുന്ന ഒരു പുസ്തകമാണിത്. അതുകൊണ്ട് തന്നെ ഏറെ ഹൃദ്യവുമാണ്. RK നാരായണന്റെ ദ ഗൈഡ്. വിവാദങ്ങളുടെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന എഴുത്തുകാരനാണിത് ഖുശ്വന്ത് സിംഗ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു രചന, അത്ര കണ്ട് വിവാദമൊന്നും സൃഷ്ടിക്കപ്പെടാത്ത ഒരു രചനയാണിത്, ട്രെയിൻ ടു പാകിസ്ഥാൻ. വളരെ ശ്രദ്ധേയമായ ഒരു കൃതി എന്ന് വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങളെല്ലാം സബ് സ്റ്റാൻഡേർഡ് ആണെന്നോ അഡൾട്ട് ഫിക്ഷൻ ആണെന്നോ ഒക്കെ പറയാറുണ്ട്. പക്ഷേ ട്രെയിൻ ടു പാകിസ്ഥാൻ അങ്ങനെയൊന്നുമല്ല. ഒരു ഹിസ്റ്റോറിക്കൽ നോവൽ എന്ന് വേണമെങ്കിൽ ട്രെയിൻ ടു പാകിസ്ഥാനെ വിശേഷിപ്പിക്കാം. മനോമജ്റ എന്ന ഗ്രാമത്തിന്റെ കഥ. വിഭജന കാലത്ത് ഇന്ത്യയിൽ നടന്ന പ്രശ്നങ്ങളൊന്നും അറിയാതെ സിഖുകാരും മുസ്ലിങ്ങളും വളരെ സ്നേഹത്തോടെ ജീവിച്ചു വരുന്ന ഒരു ഗ്രാമം. അവരുടെ ഇടയിലേക്ക് മത തീവ്രവാദികൾ കടന്നു വരികയും അവിടുത്തെ സിഖുകാരെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായി അവിടെ നിന്ന് മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ ഒരു ട്രെയിൻ വരുന്നു. ആ ട്രെയിനിൽ നടത്തുന്ന ഒരു കൂട്ടക്കൊലയുടെ കഥയാണിത്. വളരെ ശ്രദ്ധയോടെ, വളരെ സീരിയസ് ആയി വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ, ഖുശ്വന്ത് സിംഗിന്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ. പുലിസ്റ്റർ പ്രൈസ് നേടിയ എഴുത്തുകാരിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, ജുംബ ലാഹിരി. അമേരിക്കയിൽ താമസിക്കുന്ന ബംഗാളി വംശജയായ ജുംബ ലാഹിരി. അവരുടെ വളരെ പ്രശസ്തമായ നോവൽ ദ നെയിം സീക്ക്, അതേ പേരുകാരൻ എന്ന പേരിൽ DC ബുക്സ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരുടെ കഥ പറയുന്ന നോവലാണിത്. അമേരിക്കയിൽ ജീവിച്ചാലും ഇന്ത്യൻ സംസ്കാരം ഒരു തരത്തിലും വിട്ടുകളയാൻ സാധിക്കില്ല എന്ന് നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു നോവലാണ് ദ നെയിം സീക്ക്. അമേരിക്കയിൽ ജീവിക്കുന്ന അശോക് ഗാംഗുലി എന്ന യുവാവിന്റെ കഥ. തന്റെ മകനെ പേരിടുന്നതിന് വേണ്ടി അശോക് ഗാംഗുലി ബംഗാളിലുള്ള മുത്തശ്ശിക്ക് കത്തയക്കുന്നു. ആ പേരിന് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷെ കത്ത് വരുന്നില്ല. തൽക്കാലം തനിക്കിഷ്ടമുള്ള റഷ്യക്കാരൻ നോവലിസ്റ്റായ ഗോഗോളിന്റെ പേരിടുന്നു. പക്ഷേ ആ പേര് തന്നെ തുടരേണ്ടി വരുന്നു. കാരണം മുത്തശ്ശി ഓർമ്മ നഷ്ടപ്പെട്ട് കഴിയുകയാണ്. അങ്ങനെ തനിക്ക് ഇഷ്ടമില്ലാത്ത റഷ്യൻ പേരുമായി ജീവിക്കുന്ന ഒരു ഇന്ത്യൻ യുവാവിന്റെ കഥയാണ് ദ നെയിം സീക്ക്. നമ്മുടെ ചെറുപ്പകാലത്തെ ഓമനപ്പേരുകൾ എത്ര മനോഹരമാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന നോവൽ. ഓമനപ്പേരുകൾ പോലെ തന്നെയാണ് ജീവിതം നമ്മൾ നോക്കിക്കാണേണ്ടതെന്നും അത് ജീവിതത്തെ വളരെ ഔപചാരികമായി ഒന്നും കാണേണ്ടതില്ലെന്നും ഓമനപ്പേരുകൾ പോലെ വളരെ രസകരമായി, വളരെ ലളിതമായാണ് നമ്മൾ ജീവിതത്തെ കാണേണ്ടതെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു നോവലാണ് ദ നെയിം സീക്ക്, അതേ പേരുകാരൻ. തീർച്ചയായും വായിക്കപ്പെടേണ്ട പുസ്തകമാണ് ജുംബ ലാഹിരിയുടെ ദ നെയിം സീക്ക്. ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരിൽ ഏറെ ശ്രദ്ധേയനായ, ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട ഒരു പുസ്തകത്തിന്റെ രചയിതാവ്, എ സൂട്ടബിൾ ബോയുടെ രചയിതാവ് വിക്രം സേത്ത്. വിക്രം സേത്തിന്റെ എ സൂട്ടബിൾ ബോയ്. വിക്രം സേത്തിനെ നമുക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മയെ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമുണ്ടാവാം. ഇന്ത്യൻ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ വനിത ലീലാ സേത്ത്. ലീലാ സേത്തിന്റെ മകനാണ് വിക്രം സേത്ത്. വിക്രം സേത്തിന്റെ വളരെ പ്രശസ്തമായ പുസ്തകമാണ് എ സൂട്ടബിൾ ബോയ്. അതിന് 1500-ലധികം പേജുകളുണ്ട്. ഏറ്റവും അധികം പേജുകളുള്ള ഒറ്റവാല്യത്തിൽ പുറത്തിറക്കിയ ഇംഗ്ലീഷ് പുസ്തകമാണ് എ സൂട്ടബിൾ ബോയ്. അതുകൊണ്ട് തന്നെ നല്ല വിലയുണ്ട്. 1500-ലധികം രൂപ വിലയുമുള്ള പുസ്തകമാണ് എ സൂട്ടബിൾ ബോയ്. 3 കുടുംബങ്ങളുടെ 1.5 വർഷക്കാലത്തെ കഥയാണ് ഈ നോവൽ പറയുന്നത്. അതില് ലത എന്ന് പറയുന്ന സ്ത്രീ തന്റെ മകൾക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു സൂട്ടബിൾ ബോയെ കണ്ടെത്താൻ നടത്തുന്ന ശ്രമമാണ് ഈ പുസ്തകം വിവരിക്കുന്നത്. ജാതി പ്രമാണിത്വത്തിന്റെ കഥ പറയുന്ന നോവലാണിത്. വളരെ ഏറെ ശ്രദ്ധയോടെ, ഏറെ ആകർഷണീയമായി തോന്നിപ്പിക്കുന്ന നോവൽ തന്നെയാണിത്. തീർച്ചയായും വായിക്കപ്പെടേണ്ട നോവൽ വിക്രം സേത്തിന്റെ എ സൂട്ടബിൾ ബോയ്. എല്ലാവർക്കും പരിചിതനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ, ഇന്ത്യൻ വംശജനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ സൽമാൻ റുഷ്ദിയുടെ നോവൽ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ, പാതിരാ സന്തതികൾ എന്ന പേരിൽ DC ബുക്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന നോവൽ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ ജനതയുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന നോവൽ. വളരെയധികം വിവാദങ്ങൾക്ക് വഴിവെച്ച നോവൽ. സലീം സിനായി എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ കാഴ്ചപ്പാടിലൂടെയാണ് നോവൽ കടന്നു പോകുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിൽ 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ ജനിച്ച സലീം സിനായിയും അതേപോലുള്ള കുറെ ആളുകളും ചേർന്നാണ് ഈ നോവലിനെ മുന്നോട്ട് നയിക്കുന്നത്. 3 ഭാഗങ്ങളുള്ള ഈ നോവൽ ഏറെ ആസ്വാദ്യകരമായി വായിക്കപ്പെടേണ്ട നോവലാണ്. തീർച്ചയായും വായിക്കേണ്ട നോവലാണ് സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ. ബുക്കർ പ്രൈസിലൂടെ മലയാളികളുടെ അഭിമാനമായി മാറിയ അരുന്ധതി റോയിയുടെ നോവൽ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. തീർച്ചയായും വായിക്കപ്പെടേണ്ട നോവലാണ്. ആദ്യമായി ഒരു ഇന്ത്യക്കാരി, ഇന്ത്യൻ വംശജയല്ലാത്ത ഇന്ത്യക്കാരി ഒരു ബുക്കർ പ്രൈസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലൂടെയാണ്. DC ബുക്സ് കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ എന്ന പേരിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും വായിക്കപ്പെടേണ്ട നോവൽ. കേരളത്തിന്റെ കോട്ടയം ജില്ലയിലെ ഐമനം എന്ന ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവൽ. എസ്തേറും റാഹേലും വെളുത്തയും അമ്മുവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹസമ്പുഷ്ടമായ ഒരു നോവൽ. ജാതി വ്യവസ്ഥയുടെ കറുത്ത ആവരണം മാറ്റിക്കൊണ്ട്
മാനവികതയുടെ നഗ്നമായ മുഖം നമുക്ക് സമ്മാനിക്കുന്ന നോവലാണിത്. തീർച്ചയായും വായിക്കുക. ഈ നോവൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി പ്രിയ AS ആണ്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ ഒരു മലയാള ആവിഷ്കരണം ഇതിന് കിട്ടിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. തീർച്ചയായും വായിച്ചു പോവേണ്ടതാണ് അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ. തീർച്ചയായും വായിക്കുക. 2008 ബുക്കർ പ്രൈസ് നേടിയ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട മറ്റൊരു നോവൽ അരവിന്ദ് അഡിഗയുടെ ദ വൈറ്റ് ടൈഗർ, വെള്ളക്കടവ എന്ന പേരിൽ DC ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു ഓട്ടോ കൃഷിക്കാരന്റെ മകനായി ഇന്ത്യയിലെ ഒരു ദരിദ്ര ഗ്രാമത്തിൽ ജനിച്ച ബൽറാം ഹവായിയുടെ കഥയാണിത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന മോഹവുമായി നഗരത്തിലെത്തുന്ന ബൽറാം ഹവായി അദ്ദേഹം ഒടുവിൽ പഠിക്കാൻ ആരംഭിക്കുന്നു. സ്കൂളിൽ പോലും പോവാത്ത ബൽറാം ഹവായിയുടെ പഠനം ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം മാറി മറിയുകയാണ്. ഗ്രാമത്തിന്റെ ഇരുട്ടിൽ നിന്ന് നഗരത്തിന്റെ പ്രകാശത്തിലേക്ക് കടന്നു വരുന്ന, ജീവിക്കാൻ കൊതിക്കുന്ന ബൽറാം ഹവായിയുടെ അവിശ്വസനീയമായ കഥയാണ് വൈറ്റ് ടൈഗറിലൂടെ അരവിന്ദ് അഡിഗ പറയുന്നത്. തീർച്ചയായും വായിക്കപ്പെടേണ്ട നോവലാണ് അരവിന്ദ് അഡിഗയുടെ വൈറ്റ് ടൈഗർ. ലോകത്തിലെമ്പാടും ഏറെ വായനക്കാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകങ്ങൾ വരാൻ വായനക്കാർ കാത്തിരിക്കും. അദ്ദേഹത്തിന്റെ ഓരോ പുസ്തകങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ്. അദ്ദേഹത്തിന്റെ 3 പുസ്തകങ്ങൾ ചേർന്നുള്ള ഒരു സമാഹാരമുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത്. ഐബിസ് ട്രിലോജി എന്നാണ് ആ 3 പുസ്തകങ്ങളിലും ചേർത്ത് വിളിക്കുന്നത്. ആ 3 പുസ്തകങ്ങൾ, ആദ്യത്തെ പുസ്തകം സീ ഓഫ് പോപ്പീസ്, രണ്ടാമത്തെ പുസ്തകം റിവർ ഓഫ് സ്മോക്ക്, മൂന്നാമത്തെ പുസ്തകം ഫ്ലഡ് ഓഫ് ഫയർ. 3 പുസ്തകങ്ങളും കറുപ്പ് എന്ന മരുന്നിന്റെ കഥയാണ് പറയുന്നത്. ഇന്ത്യയിൽ കറുപ്പ് കൃഷി ആരംഭിക്കുന്നത് മുതൽ ചൈനയുടെ അധപതത്തിന് കാരണമായ കറുപ്പ് യുദ്ധത്തിൽ അവസാനിക്കുന്ന വരെയുള്ള കാര്യങ്ങളാണ് ഈ നോവലുകളിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള സീ ഓഫ് പോപ്പീസ് വളരെ 2 തവണയിലധികം ബുക്കർ പ്രൈസിന് നോമിനേഷൻ ചെയ്യപ്പെട്ട പുസ്തകമാണ്. ഈ സീ ഓഫ് പോപ്പീസ് അവീൻ പൂക്കളുടെ കടൽ എന്ന പേരിൽ DC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റിവർ ഓഫ് സ്മോക്ക് ആണെങ്കിലും ധൂമ നദി എന്ന പേരിൽ DC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ പുസ്തകം ഫ്ലഡ് ഓഫ് ഫയർ. ഈ 3 പുസ്തകങ്ങളും തീർച്ചയായിട്ടും വായിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഐബിസ് ട്രിലോജി എന്ന പേരിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. 3 വേറെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. തീർച്ചയായിട്ടും അമിതാവ് ഘോഷിനെ വായിക്കാതെ പോവരുത്. ഈ 3 പുസ്തകങ്ങളെയും. 3 തവണ ബുക്കർ പ്രൈസിന് നാമനിർദ്ദേശം കിട്ടിയിട്ടും കിട്ടാതെ പോയ എഴുത്തുകാരിയുടെ മകൾ, 2006 ബുക്കർ പ്രൈസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന എഴുത്തുകാരി അരുണ ദേശായിയുടെ മകൾ കിരൺ ദേശായിയുടെ നോവൽ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്, ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. വളരെ സവിശേഷമായ രചനാ സംഭാവന ചെയ്യുന്ന ഒരു പുസ്തകമാണിത്. അമേരിക്കയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരുടെ വിഷമങ്ങൾ സൂചിപ്പിക്കുന്ന പുസ്തകം, ഇന്ത്യക്കാർക്ക് അമേരിക്കയോടുള്ള അഭിനിവേശത്തെ സൂചിപ്പിക്കുന്ന പുസ്തകം, ഇന്ത്യൻ സംസ്കാരമൊക്കെ വിട്ടുകളഞ്ഞാലും അമേരിക്കയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരുടെ മനോവികാരങ്ങളെ സൂചിപ്പിക്കുന്ന നോവലാണ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്. നഷ്ടങ്ങളുടെ അനന്തരാവകാശം എന്ന പേരിൽ DC ബുക്സ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും വായിക്കപ്പെടേണ്ട വളരെ മനോഹരമായ ഒരു നോവലാണ് കിരൺ ദേശായിയുടെ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്. മലയാളിയായ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരുടെ നോവലാണ് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അനിത നായരുടെ ലേഡീസ് കൂപ്പെ, ഏറ്റവും അധികം വായിക്കപ്പെട്ട നോവൽ. 25-ലധികം വിദേശ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട നോവലാണ് അനിത നായരുടെ ലേഡീസ് കൂപ്പെ. ഇത് മലയാള ഭാഷയിലേക്കും അതേ പേരിൽ തന്നെ DC ബുക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം തേടി ശക്തി തേടിയുള്ള ഒരു സ്ത്രീയുടെ യാത്രയാണിത്. അഖില എന്ന സ്ത്രീയുടെ യാത്ര ശക്തമായ സ്ത്രീപക്ഷ രചനയാണെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഒരു ലേഡീസ് കൂപ്പയിൽ ട്രെയിനിൽ കന്യാകുമാരിയിലേക്ക് യാത്ര ചെയ്യുന്ന അഖില എന്ന മധ്യവയസ്ക, അവരുടെ സമീപത്തേക്ക്, അവരുടെ സാന്നിധ്യത്തിലേക്ക് വരുന്ന 5 സ്ത്രീകൾ. ഈ 5 സ്ത്രീകൾ അഖിലയെ സ്വാധീനിക്കുന്നു. ആ കഥയാണ് ലേഡീസ് കൂപ്പെ പറയുന്നത്. വളരെ മനോഹരമായി ആഖ്യാനം ചെയ്യപ്പെട്ട നോവലാണ് ലേഡീസ് കൂപ്പെ, അനിത നായരുടെ ലേഡീസ് കൂപ്പെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യൻ യുവാക്കളുടെ ഹരമാണ് ഈ എഴുത്തുകാരൻ ചേതൻ ഭഗത്. അദ്ദേഹത്തിന്റെ ദ 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ്, എന്റെ ജീവിതത്തിലെ 3 തെറ്റുകൾ. DC ബുക്സ് ഇത് മലയാളത്തിൽ അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗോവിന്ദ് എന്ന തൊഴിൽ രഹിതനായ യുവാവിന്റെ കഥയാണ് ദ 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ് എന്ന പുസ്തകത്തിലൂടെ ചേതൻ ഭഗത് വിവരിക്കുന്നത്. തൊഴിൽ രഹിതനായ ഗോവിന്ദ് ഒരു ക്രിക്കറ്റ് ഷോപ്പ് തുടങ്ങുന്നു. പക്ഷേ ദുരന്തങ്ങൾ മാത്രം ബാക്കിയാവുന്നു. രാഷ്ട്രീയവും മതപരമായ കാരണങ്ങൾ കൊണ്ട്, പ്രണയം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിക്കുന്നു. ആ തെറ്റുകൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഗോവിന്ദിന്റെ കഥയാണ് ദ 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ്. വളരെ ആയാസരഹിതമായി വായിച്ചു പോകാവുന്ന ഒരു നോവലാണ് ചേതൻ ഭഗത്തിന്റെ 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ്. ഈ അടുത്ത കാലത്തായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം, സാധാരണക്കാരായ ആളുകളും അല്ലാത്ത ആളുകളും ഒരുപോലെ വായിക്കുന്ന ഒരു പുസ്തകം.
പുസ്തകമല്ല, പുസ്തക സീരീസ് ആണെന്ന് വേണേൽ പറയാം. ശിവപുരാണം എന്ന പേരിൽ, ശിവ ട്രിലോജി എന്ന പേരിൽ പുറത്തിറങ്ങുന്ന പുസ്തകം. അമീഷ് ത്രിപാഠിയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ 3 പുസ്തകങ്ങളും, ദ ഇമോർട്ടൽസ് ഓഫ് മെലൂഹാസ്, ദ സീക്രട്ട് ഓഫ് നാഗാസ്, ദ ഓത്ത് ഓഫ് വായുപുത്രാസ്. ഈ 3 പുസ്തകങ്ങളും മലയാളത്തിൽ പൂർണ്ണ പബ്ലിക്കേഷൻസ് തർജ്ജമ ചെയ്തിട്ടുണ്ട്. മെലൂഹയിലെ ചിരഞ്ജീവികൾ, അതുപോലെ നാഗന്മാരുടെ രഹസ്യം, വായുപുത്രന്മാരുടെ ശബ്ദം, ഈ 3 പേരുകളിലാണ്. വളരെ ഫാന്റസിക് ആയിട്ട് എഴുതിയ ഒരു നോവൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, നോവലുകൾ എന്ന് വിശേഷിപ്പിക്കാം ഈ 3 പുസ്തകങ്ങളും. ഈ 3 പുസ്തകങ്ങളും ശിവ ട്രിലോജി എന്ന പേരിലാണ് പുറത്തിറക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് വായിച്ചിരിക്കണം നമ്മളെല്ലാവരും. ടിബറ്റൻ ഗോത്രവർഗക്കാരനായ ശിവ എന്ന യുവാവ് മെലൂഹ എന്ന തന്റെ രാജ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ദൈവിക പരിവേഷം അണിയുന്ന ഒരു നോവലാണിത്. തീർച്ചയായിട്ടും ഈ നോവൽ സീരീസ് നമ്മൾ വായിക്കുക തന്നെ വേണം. അമീഷ് ത്രിപാഠിയുടെ ശിവ ട്രിലോജി. വളരെ പ്രശസ്തനായ ഇന്ത്യക്കാരൻ, എഴുത്തുകാരിലെ രാഷ്ട്രീയക്കാരൻ, രാഷ്ട്രീയക്കാരിലെ എഴുത്തുകാരൻ, വളരെ നല്ലൊരു ബ്യൂറോക്രാറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ശശി തരൂർ. അദ്ദേഹത്തിന്റെ 30 വർഷം മുമ്പ് എഴുതിയ ഒരു നോവൽ, ഇപ്പോഴും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു നോവൽ, വേറിട്ട ഒരു നോവൽ എന്ന് വേണമെങ്കിൽ ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കാം. ആക്ഷേപഹാസ്യമാണിത്. ശശി തരൂരിന്റെ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. വളരെ രസകരമായി എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ, ഇന്ത്യൻ ജനാധിപത്യ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ടുള്ള പുസ്തകം. വളരെ വേറിട്ടൊരു പുസ്തകമാണിത്. മികച്ചൊരു വ്യത്യസ്തമായ വായനാ അനുഭവം നൽകുന്ന പുസ്തകം. മഹാഭാരതത്തിലെ പോലെ തന്നെ 18 ഭാഗങ്ങളായി, 18 ഖണ്ഡങ്ങളായി തന്നെയാണ് ഇതിന്റെ അവതരണം. തീർച്ചയായും വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ്. നിങ്ങൾക്ക് വേറിട്ട ഒരു വായനാ അനുഭവം നൽകുന്ന പുസ്തകമാണ് ശശി തരൂരിന്റെ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. ബുക്കർ പ്രൈസിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് ഇനി ഞാൻ അവതരിപ്പിക്കുന്നത്. റോഹിൻടൺ മിസ്ട്രിയുടെ എ ഫൈൻ ബാലൻസ് എന്ന മനോഹരമായ നോവൽ. അദ്ദേഹത്തിന്റെ 2ാമത്തെ നോവലാണിത്. ഏറെയധികം ശ്രദ്ധ ആകർഷിച്ച ഒരു നോവലാണിത്. ഇച്ചിരി വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ നോവലാണിത്. അടിയന്തരാവസ്ഥ കാലത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവൽ. ഇന്ദിരാഗാന്ധിയെ പേര് പറയാതെ ദ പ്രൈം മിനിസ്റ്റർ എന്ന ഉദ്ദേശിച്ചുകൊണ്ട്, പരാമർശിച്ചുകൊണ്ട് എഴുതപ്പെട്ട നോവൽ. അതുകൊണ്ട് തന്നെ ഇത്തിരി വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതിയിലെ അഴിമതിയും ക്രൂരതയും ഹീറോയിസവും ഒക്കെ വെളിവാക്കുന്ന ഒരു നോവലാണിത്. ഒരു റിയൽ സ്റ്റോറി എന്ന് വിശേഷിപ്പിക്കുന്ന നോവലാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു ഇൻക്രെഡിബിൾ നോവൽ എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്. തീർച്ചയായും ഓരോ ഇന്ത്യക്കാരനും വായിച്ചിരിക്കേണ്ട നോവലാണ് റോഹിൻടൺ മിസ്ട്രിയുടെ എ ഫൈൻ ബാലൻസ്. ഒരു മലയാളിയായ എഴുത്തുകാരന്റെ ഏറെ വായിക്കപ്പെട്ട ഇംഗ്ലീഷ് നോവലാണിത്. ജീത് തയ്യലിന്റെ നാർക്കോപോളിസ്. ജീത് തയ്യൽ നമുക്ക് പരിചയമുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ പിതാവ് സാഹിത്യ ലോകത്ത് വളരെ ശ്രദ്ധേയമായ വ്യക്തിത്വമായിരുന്നു. ഒരു മികച്ച ജേർണലിസ്റ്റ് ആണ് അദ്ദേഹം, TJS ജോർജ്. അദ്ദേഹത്തിന്റെ യാത്രാവിവരണമുണ്ട്, നാടോടി കപ്പലിൽ 4 മാസം. വളരെ പ്രശസ്തമായിരുന്ന യാത്രാവിവരണമാണ്. TJS ജോർജിന്റെ മകനാണ് ജീത് തയ്യൽ. അദ്ദേഹത്തിന്റെ ഏറെ പ്രശസ്തമായ ഒരു നോവൽ നാർക്കോപോളിസ് 1970കളിലെ ബോംബെയുടെ കഥ പറയുന്ന നോവലാണ്. ബോംബെയുടെ വേറിട്ടൊരു മുഖം നൽകുന്ന ഒരു നോവലാണ്. അധോലോകത്തിന്റെയും മയക്കുമരുന്നിന്റെയും ചേരികളും ഒക്കെ പശ്ചാത്തലമാക്കുന്ന നോവൽ. ബോംബെയെ വേറിട്ട കാഴ്ചപ്പാടിലൂടെ കാണാവുന്ന ഈ നോവൽ ഏറെയധികം വായനക്കാരെ സൃഷ്ടിച്ച നോവലാണ്. ജീത് തയ്യലിന്റെ നാർക്കോപോളിസ് തീർച്ചയായും വായിക്കുക. വീണ്ടും മലയാളിയായ ഒരു എഴുത്തുകാരനെ തന്നെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഏറെ വായനക്കാരെ സൃഷ്ടിക്കുന്ന എഴുത്തുകാരൻ. ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകം ഒരുപാട് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ആനന്ദ് നീലകണ്ഠന്റെ അസുര ദ ടെയിൽ ഓഫ് വാൻക്വിഷ്ഡ്, രാവണൻ പരാജിതരുടെ ഗാഥ എന്ന പേരിൽ മാതൃഭൂമി ബുക്സ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നു. രാമായണത്തെയും രാവണനെയും ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കാവുന്ന ഒരു പുസ്തകമാണിത്. രാവണായനം എന്ന് വിശേഷിപ്പിക്കാം. രാവണൻ എന്ന അസുര രാജാവിന്റെ കഥ പറയുന്ന പുസ്തകം. രാവണനോട് സ്നേഹം തോന്നിപ്പിക്കുന്ന ഒരു പുസ്തകം. തീർച്ചയായിട്ടും വേറിട്ട ഒരു വായനാനുഭവം നൽകുന്ന ഒരു പുസ്തകമാണ് ആനന്ദ് നീലകണ്ഠന്റെ ദ ടെയിൽ ഓഫ് വാൻക്വിഷ്ഡ്. തീർച്ചയായും വായിക്കുക അസുര ദ ടെയിൽ ഓഫ് വാൻക്വിഷ്ഡ്. ഏറെ വേറിട്ട ഒരു മലയാള എഴുത്തുകാരനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇയാളെ നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം, ഇയാളുടെ പുസ്തകം വായിക്കണം. അനീസ് സലീം. ഈ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഇംഗ്ലീഷ് എഴുത്തുമായി വരുന്ന മലയാള എഴുത്തുകാരൻ അനീസ് സലീം. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരിക്കലും മുഖ്യധാര മേഖലകളിൽ ഒന്നും നിറഞ്ഞു നിൽക്കുന്നില്ല. സമ്മേളനങ്ങൾക്കോ ഉദ്ഘാടനങ്ങൾക്കോ സാഹിത്യ സംവാദങ്ങൾക്കോ ഒന്നും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അനീസ് സലീം. അദ്ദേഹത്തിന്റെ ദ ബ്ലൈൻഡ് ലേഡീസ് ഡിസെൻഡൻസ് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് എനിക്ക് പറയാനുണ്ട്. കാരണം അദ്ദേഹം
വായിക്കപ്പെടാതെ പോകുന്ന ഒരു മലയാള എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകവും മലയാളത്തിൽ കിട്ടുകയും ചെയ്യും. വായിക്കാതിരിക്കാൻ ഉള്ള കാരണം അദ്ദേഹം അത്ര പ്രൊഫഷണൽ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നു. 10ാം ക്ലാസ് ജസ്റ്റ് പാസ്സായ ഒരു എഴുത്തുകാരൻ. വീട്ടില് ഇത്തിരി ലൈബ്രറി ഉണ്ട് എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ വായന, എഴുത്തിനുള്ള പിൻബലം. അത്രയൊന്നും സപ്പോർട്ടില്ലാത്ത എഴുത്തുകാരൻ. അദ്ദേഹം വീട് വിട്ടിറങ്ങുന്നു. അലഹബാദിലൊക്കെ ഗൈഡായിട്ടും ഹോട്ടൽ ജീവനക്കാരനുമായിട്ടൊക്കെ ജീവിക്കുന്നു. പുസ്തകം എഴുതാൻ വേണ്ടി മാത്രം ഒരുപാട് പുസ്തകങ്ങൾ എഴുതുന്നു. അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നേയില്ല. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം വിക്സ് മാംഗോ ട്രീ. പിന്നീട് അതൊക്കെ ഹിറ്റായി. അദ്ദേഹം ഒരു തിരിച്ചു നാട്ടിലേക്ക് വരുന്നു. അദ്ദേഹം ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു, പരസ്യം എഴുതുന്നു. അദ്ദേഹം എഴുതിയ ഒരു പരസ്യം കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു പരസ്യമാണ്. മിൽമയ്ക്ക് വേണ്ടി എഴുതിയ ഒരു ക്യാപ്ഷൻ, കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മ, അത് അദ്ദേഹത്തിന്റെയാണ്. പക്ഷെ ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ എഴുത്തുകാരൻ സംതിങ് സ്പെഷ്യൽ ആണെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും വായിക്കേണ്ടതാണ്. ആദ്യം പറഞ്ഞത് വിക്സ് മാംഗോ ട്രീ, വാനിറ്റി ബാഗ്, വേറൊന്ന് ടെയിൽ ഫ്രം എ വെൻഡിങ് മെഷീൻ, അവസാനം ഇറങ്ങിയത് ദ സ്മോൾ ടൗൺ സീ, ഇത്തിരി വട്ടത്തിലെ കടൽ എന്ന പേരിൽ മാതൃഭൂമി പുറത്തിറക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ശ്യാമപ്രസാദ് സിനിമയാക്കാൻ പോകുന്നു എന്നറിയുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ തേടി പിടിച്ച് വായിക്കണം. അനീസ് സലീമിന്റെ ദ ബ്ലൈൻഡ് ലേഡീസ് ഡിസെൻഡൻസ്, അന്ധയുടെ അനന്തരാവകാശികൾ എന്ന പേരിൽ പൂർണ്ണ ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വായിക്കേണ്ട പുസ്തകം തന്നെയാണിത്. ഇനിയും ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു മലയാള എഴുത്തുകാരനെ തന്നെയാണ്. കോട്ടയം ജില്ലയിൽ ജനിച്ച മനു തോമസ്. അദ്ദേഹത്തിന്റെ സീരിയസ് മെൻ എന്ന പേരിൽ തന്നെ DC അത് മലയാളത്തിലും ആക്കിയിട്ടുണ്ട്. വളരെയധികം വായനക്കാരെ സൃഷ്ടിച്ച പുസ്തകമാണ് മനു തോമസിന്റെ സീരിയസ് മെൻ. മികച്ച ഫിക്ഷനുള്ള ഹിന്ദു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അമേരിക്കൻ പെൻ ഓപ്പൺ പ്രൈസ് കിട്ടിയ പുസ്തകമാണിത്. വളരെയധികം വ്യത്യസ്തമായ ഒരു രചനാ രീതി സംഭാവന ചെയ്യുന്ന ഒരു പുസ്തകമാണിത്. മധ്യവർഗത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഉന്നത ആഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്ന പുസ്തകം. അയ്യൻ മണി എന്ന ഒരാളുടെ പുസ്തകം. ഒരു കേന്ദ്ര ശാസ്ത്ര സ്ഥാപനത്തിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്ന അയ്യൻ മണി. ഒരു ചേരിയിലാണ് താമസം. മിടുക്കൻ എന്ന് ജീനിയസ് എന്ന് അയ്യൻ മണി കരുതുന്ന മകനെ കൊണ്ട് അയ്യൻ മണി കാണിക്കുന്ന ചില പ്രവർത്തനങ്ങളാണ്, കാട്ടിക്കൂട്ടലുകളാണ് ഈ നോവൽ. നമ്മുടെ നാട്ടിലെ ജാതി വ്യവസ്ഥയെയും നമ്മുടെ നാട്ടിലെ സാമൂഹ്യ വ്യവസ്ഥയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു നോവലാണ്. തീർച്ചയായും വായിക്കപ്പെടേണ്ട ഒരു നോവലാണ് മനു തോമസിന്റെ സീരിയസ് മെൻ. വളരെയധികം വായനക്കാരെ സൃഷ്ടിച്ച ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ജയശ്രീ മിശ്രയുടെ ഏൻഷ്യന്റ് പ്രോമിസസ്, ജന്മാന്തര വാഗ്ദാനങ്ങൾ എന്ന പേരിൽ പ്രിയ AS ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. DC പുറത്തിറക്കിയിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു ട്രാൻസ്ലേഷൻ ആണത്. തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ജയശ്രീ മിശ്രയുടെ ഏൻഷ്യന്റ് പ്രോമിസസ്. കുടുംബ ബന്ധങ്ങളിൽ തിരുത്തലുകൾക്കുള്ള പ്രാധാന്യം സൂചിപ്പിക്കുന്ന പുസ്തകം. ഇംഗ്ലണ്ടും കേരളവും ഒക്കെ പശ്ചാത്തലമായി വരുന്ന പുസ്തകം. ശക്തമായ ഒരു സ്ത്രീപക്ഷ രചന സമ്മാനിക്കുന്ന ഒരു പുസ്തകമാണിത്. ജാനകി എന്ന ജാനുവിന്റെ കഥ പറയുന്ന പുസ്തകം. പ്രവാസിയായ ഒരു യുവതി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് തൊട്ടുള്ള വിശേഷങ്ങൾ. സ്നേഹനിധിയായ ഒരു അമ്മയുടെ കഥ, ത്യാഗിയായ ഒരു കാമുകിയുടെ കഥ, ഒരു വശത്തേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഒരു ഭാര്യയുടെ കഥ, എല്ലാം സഹിക്കുന്ന ഒരു അമ്മയുടെ കഥ. തീർച്ചയായും ജാനകി എന്ന കഥാപാത്രത്തിലൂടെ സ്ത്രീയുടെ വ്യത്യസ്തമായ മുഖങ്ങൾ സമ്മാനിക്കുകയും പരമ്പരാഗതമായ കുടുംബ സങ്കല്പങ്ങൾക്ക് തിരുത്തലുകൾ വേണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ശക്തമായ സ്ത്രീ എഴുത്താണ് ആൻഷ്യന്റ് പ്രോമിസസ്. തീർച്ചയായും വായിക്കുക ജയശ്രീ മിശ്രയുടെ ആൻഷ്യന്റ് പ്രോമിസസ്. 1993 കോമൺവെൽത്ത് റൈറ്റേഴ്സ് പ്രൈസ് നേടിയ പുസ്തകത്തെയാണ് ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഗീത ഹരിഹരന്റെ ദ 1000 ഫേസസ് ഓഫ് നൈറ്റ്. വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു പുസ്തകം. സീത, ദേവി, മായമ്മ എന്നീ 3 സ്ത്രീകളിലൂടെ സ്ത്രീത്വത്തിന്റെ 3 അവസ്ഥകളെ വളരെ ശ്രദ്ധേയമായി അവതരിപ്പിക്കുന്ന നോവൽ. ഇന്ത്യൻ സ്ത്രീകളുടെ വ്യത്യസ്തമായ മുഖങ്ങൾ ഈ 3 കഥാപാത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീ സാന്നിധ്യം വളരെ ശക്തമായി ആവിഷ്കരിക്കുന്ന നോവലാണ് ഗീത ഹരിഹരന്റെ ദ 1000 ഫേസസ് ഓഫ് നൈറ്റ്. തീർച്ചയായും വായിക്കുക ദ 1000 ഫേസസ് ഓഫ് നൈറ്റ് ബൈ ഗീത ഹരിഹരൻ. ഏറ്റവും അവസാനമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് ചിത്ര ബാനർജി ദിവാകരുണിയാണ്. ചിത്ര ബാനർജിയുടെ വളരെയധികം വിൽപ്പന നേടിയ ഒരു പുസ്തകം, വളരെയധികം ഭാഷകളിലേക്ക് തർജ്ജമ നടത്തിയ ഒരു പുസ്തകം, ഏറെ വായനക്കാരെ സൃഷ്ടിച്ച പുസ്തകം ദ പാലസ് ഓഫ് ഇല്യൂഷൻസ്. ചിത്ര ബാനർജിക്ക് ലോക സാഹിത്യത്തിൽ
ഇടം കൊടുത്ത പുസ്തകം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. മഹാഭാരത കഥ പറയുന്ന പുസ്തകം. കാഴ്ചപ്പാട് ദ്രൗപദിയുടേതാണെന്ന് മാത്രം. ദ്രൗപദിയുടെ കാഴ്ചപ്പാടിൽ മഹാഭാരത കഥ പറയുന്ന വളരെ ശ്രദ്ധേയമായ ഈ പുസ്തകം തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കാതെ പോകരുത്. ചിത്ര ബാനർജിയുടെ ദ പാലസ് ഓഫ് ഇല്യൂഷൻസ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ എഴുത്തുകാരുടെ 25 ഇംഗ്ലീഷ് നോവലുകളാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് എന്റെ മാത്രം സെലക്ഷനാണ്. എന്റെ ശ്രദ്ധയും എന്റെ കാഴ്ചപ്പാടും ചേർത്തെടുത്ത ഒരു തെരഞ്ഞെടുപ്പ്. ഇതിൽ ഉൾപ്പെടുത്താത്ത പുസ്തകങ്ങൾ മോശമാണെന്ന് ഒരിക്കലും എനിക്ക് അഭിപ്രായമില്ല. ഈ പുസ്തകങ്ങൾ നല്ല പുസ്തകങ്ങളാണ്. ഒരു കടല കൊറിക്കുന്ന ലാഘവത്തോടെ വായിക്കാവുന്നതാണ് പല പുസ്തകങ്ങളും. തീർച്ചയായിട്ടും ഈ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിരിക്കണം. നല്ല വായനാനുഭവം സമ്മാനിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് എന്റെ ഈ ചാനലിന്റെ വിജയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വായനാനുഭവങ്ങൾ, വായനാ നിമിഷങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പിന്നെ കാണാം. താങ്ക് യു.